നമസ്കാരം. ബി.ജെ.പി. തിരുവനന്തപുരത്തെ നഗരവാസികൾക്ക് നൽകിയ ഒരു വാഗ്ദാനം, ആദ്യത്തെ വാഗ്ദാനം, അത് പാലിക്കപ്പെടുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. ഈ പുത്തരിക്കണ്ടം മൈതാനിയിൽ അദ്ദേഹം പ്രസംഗിച്ച ശേഷം അല്പസമയം മുമ്പാണ് ഇവിടെ നിന്നും കടന്നുപോയത്. അതായത് നഗരസഭ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ചാൽ 45 ദിവസത്തിനകം തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തുമെന്നും തിരുവനന്തപുരത്തെ ലോകോത്തരമായ ഒരു നഗരമാക്കുന്നതിനുള്ള ബ്ലൂ പ്രിന്റ് വികസന നയരേഖ പ്രഖ്യാപിക്കുമെന്നും ബി.ജെ.പി. വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. ആ വാഗ്ദാനമാണ് ഇപ്പോൾ പാലിക്കപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ടെക്നിക്കൽ ഏരിയയിൽ എത്തിച്ചേർന്നത്. അവിടെ നിന്നും അദ്ദേഹം റോഡ് മാർഗം പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക് വരികയായിരുന്നു. അതിൽ തമ്പാനൂർ ഓവർ ബ്രിഡ്ജ് മുതൽ ഏതാണ്ട് പുത്തരിക്കണ്ടം മൈതാനം വരെയുള്ള ഭാഗത്തായിരുന്നു റോഡ് ഷോയ്ക്കായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ നഗരിയിലേക്ക്, ഈ സമ്മേളന നഗരിയിലേക്ക് പ്രധാനമന്ത്രി എത്തിയത്. അതായത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ബി.ജെ.പിയുടെ പ്രവർത്തകർ റോഡിൻ്റെ ഇരുഭാഗത്തും എത്തിച്ചേർന്നിരുന്നു. കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച, അതായത് ഓവർ ബ്രിഡ്ജ് മുതൽ പഴവങ്ങാടി വരെയുള്ള പ്രദേശത്ത് റോഡിൻ്റെ ഇരുഭാഗത്തും ബാരിക്കേഡുകൾക്കുള്ളിൽ ബി.ജെ.പി. പ്രവർത്തകർ അണിനിരന്നിരുന്നു. അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ സമ്മേളന വേദിയിലേക്ക് എത്തിയത്. വളരെയധികം ആവേശഭരിതനായിട്ടാണ് പ്രധാനമന്ത്രി ഇന്ന് കാണപ്പെട്ടത്. അദ്ദേഹം സംസ്ഥാന നേതാക്കൾക്കൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണാമായിരുന്നു. വേദിയിലെത്തിയ ഉടൻ തന്നെ അദ്ദേഹം സംസ്ഥാന നേതാക്കളുമായി സംസാരിക്കുന്നു. സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ആവേശം പ്രകടമാക്കുന്നു. തിരുവനന്തപുരം നഗരവാസികൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രണാമം, അദ്ദേഹത്തിൻ്റെ ആദരവ്, അദ്ദേഹത്തിൻ്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. അതായത് മോദി അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രസംഗപീഠത്തിൽ നിന്നും ഒരല്പം മാറി തല കുനിച്ച് സദസ്സിനെ വന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം നന്ദി, തിരുവനന്തപുരത്ത് NDAക്ക് അധികാരം നൽകിയതിനുള്ള നന്ദി പ്രധാനമന്ത്രി പ്രവർത്തകരെയും അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരവാസികളെയും അറിയിക്കുന്നത്. അതിനുശേഷം ഭരണ പ്രതിപക്ഷങ്ങളെ UDF-നെയും LDF-നെയും ഒരുപോലെ അടച്ചധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന, ആഞ്ഞടിക്കുന്ന പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ആവേശം അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രകടമായിരുന്നു. അതായത് തിരുവനന്തപുരത്ത് എപ്പോഴെല്ലാം വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം നിങ്ങൾ എനിക്ക് വലിയ സ്വീകരണം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ നിങ്ങളുടെ ഒരു ഊർജം, അത് പുതിയ ഊർജം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഊർജം എനിക്ക് പുതിയ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്, കേരളത്തിലും പരിവർത്തനം സാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രസംഗം ആരംഭിക്കുന്നത്. അതിനുശേഷം LDF-നെയും UDF-നെതിരെയും കടുത്ത വിമർശനമാണ് പ്രധാനമന്ത്രി നടത്തിയത്. അതായത് കേരളത്തിലെ LDF സർക്കാർ വികസനത്തിനെതിരെ പ്രവർത്തിക്കുന്ന സർക്കാരാണ്. മാത്രമല്ല കേരളത്തിൽ വികസനം സ്തംഭിക്കുന്ന അവസ്ഥയുണ്ട്. അതുമാത്രമല്ല പാവപ്പെട്ടവർക്കായി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന പദ്ധതികൾ അത് കേരളത്തിൽ അട്ടിമറിക്കപ്പെടുകയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന, അതോടൊപ്പം തന്നെ മറ്റ് ആയുഷ്മാൻ ഭാരത് അടക്കമുള്ള കേന്ദ്ര പദ്ധതികൾ അത് സംസ്ഥാനത്ത് അട്ടിമറിക്കുകയാണ്. പാവങ്ങൾക്ക് വിരുദ്ധരായിട്ടുള്ള ഒരു സംസ്ഥാന സർക്കാരാണ് ഇവിടെ നിലനിൽക്കുന്നത്. മാത്രമല്ല പ്രതിപക്ഷത്തിനെതിരെയും അദ്ദേഹം ആഞ്ഞടിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി LDF-ഉം UDF-ഉം കേരളത്തിൽ മാറി മാറി ഭരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് അന്ത്യം വരണം, പുതിയൊരു രാഷ്ട്രീയം കേരളത്തിന് ആവശ്യമാണ് എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പുരോഗമിക്കുന്നത്. കോൺഗ്രസിനെയും അദ്ദേഹം UDF-നെയും അദ്ദേഹം വളരെ നിശിതമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള അദ്ദേഹം പ്രതിപാദിച്ചു. ശബരിമലയിൽ സ്വർണം കട്ടവരെ സഹായിക്കുകയാണ് ഈ പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും. അവർ ജയിലറയ്ക്കുള്ളിലാകണമെങ്കിൽ NDA കേരളത്തിൽ അധികാരത്തിൽ വരണം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. കോൺഗ്രസിനെ അതിനിശിതമായ ഭാഷയിൽ, അതായത് മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസിനെ സൂക്ഷിക്കണം എന്ന അതിനിശിതമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 25 വർഷക്കാലം, 21-ാം നൂറ്റാണ്ടിലെ 25 വർഷക്കാലം അത് കേരളം പാഴാക്കി. ഇനി അടുത്ത 25 വർഷക്കാലം അത് കേരളത്തിൻ്റെതാകണമെങ്കിൽ കേരളത്തിനൊരു പുതിയ രാഷ്ട്രീയം ആവശ്യമുണ്ട്. ഇതാണ് ആ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സമയം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം തിരുവനന്തപുരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്തെ വിജയം കേന്ദ്ര നേതൃത്വത്തിന് വലിയ ആവേശം നൽകിയിട്ടുണ്ട്. ആ ആവേശം ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലും പ്രകടമാണ്. തിരുവനന്തപുരത്തു നിന്നും തത്വമൈ ന്യൂസിനു വേണ്ടി കുമാർ സംയോഗി.